മഹാനവറുകൾ രേഖപ്പെടുത്തുമ്പോൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി എന്ന് പറഞ്ഞ ആദരണീയരായ ഉസ്താദ് അവറുകൾ ആത്മീയ സാന്നിധ്യത്തോടെ ഈ സദസ്സിൽ പങ്കാളിയാകുമെന്ന് ആശിക്കുമ്പോ അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ വിളിക്കുന്നു. ആരെയാണ്? അവിടുത്തെയുടെ സന്നിധാനത്തിൽ വാങ്ങുകൊടുത്ത പ്രമുഖനായ സ്വഹാബികളുടെ നേതാക്കളിൽ ഒരാൾ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് അതാ സിറിയയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വിളിക്കുന്നു. പാതിരാത്രി സമയമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്. മാ ഹാദിഹിൽ ജഫവതു യാ ബിലാൽ, ഇതെന്ത് പിണക്കമാണ് ബിലാലേ. അമാ ആനലക അൻ തസൂറനി യാ ബിലാൽ, ഇനിയും എന്റെ അടുക്കലേക്കൊന്ന് വരാനായില്ലേ ബിലാലേ? എന്നോട് പിണങ്ങിപ്പോയോ ബിലാലേ എന്ന് പറയുന്ന സമയത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു രാത്രി തന്നെ എഴുന്നേറ്റ് പുറപ്പെടുന്നു. ഇലാ മദീനത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് സഞ്ചാരം നടത്തുകയാണ്. ഈ പരാമർശത്തെ എടുത്തു വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ശിഫാഉൽ ഫുആദിലും അതുപോലെ തന്നെ അസ്സിയാറത്തുൻ നബവിയ്യ ബൈനസ് സുന്നത്തി വൽ ബിദ്അ തുടങ്ങിയുള്ള രചനകളിലെല്ലാം മഹാന്മാരായ സമീപകാല പണ്ഡിതന്മാർ മുഹമ്മദ് മാലിക്കി തങ്ങളെ പോലെയുള്ളവർ വിശാലമായ ചർച്ച നടത്തിയിട്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങളെ വിളിച്ചില്ലേ? ആ വിളി അനുസരിച്ച് ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ വന്നില്ലേ? ഈ സംഭവം അവിടെയുള്ള സ്വഹാബികളോട് പങ്കുവച്ചില്ലേ? ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടാനും യാത്ര തിരിക്കാനും അതുപോലെ തന്നെ അവിടുന്ന് സംഘമായി പോകാനും എല്ലാമുള്ള തെളിവാണ് എന്ന മഹാന്മാര് രേഖപ്പെടുത്തുമ്പോൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രണയം പറഞ്ഞ എത്രയോ മഹാന്മാരാണ് ചരിത്രത്തിൽ കാണുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ലളിതമായി പറയാം. സറാപ്പാ ചമന് ഹേ ദിയാറേ മദീന ദവാമാശന ഹേ ബഹാറേ മദീന. അന്തരീക്ഷം ആദരപൂർണമാണ്, മണൽത്തരികൾ മഹോന്നതമാണ്. മദീനയുമായി ബന്ധപ്പെട്ടത് മുഴുവനും വരിഷ്ഠമാണ്, വിശിഷ്ടമാണ്, ആദരണീയമാണ്. പവിത്രതയുടെ മാല്യമില്ലാത്തതൊന്നും മദീനയോട് ചേർക്കാനില്ല. കാരണം പരിശുദ്ധമായ മദീനയിൽ കിടന്നുറങ്ങുന്നതാരാണ്? ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ, ഉന്നതരിൽ ഉന്നതരിൽ ഉന്നതരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, മഹോന്നതരിൽ മഹോന്നതരിൽ മഹോന്നതരാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കാൻ സ്ഥാനത്തിലാരുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീനയാണല്ലോ. ആ മദീനയിലെ മണ്ണിനെ കുറിച്ചൊരാൾ ചീത്ത പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് കൊള്ളാത്ത മണ്ണാണ്,
ചളിമണ്ണാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോഗം മദീനയിലെ മണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് അടിശിക്ഷയായി വിധിക്കണമെന്ന് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഫത്വ കൊടുത്തതായി കാണാം. അങ്ങനെയുള്ള മദീനയാണ് നമ്മുടെ പരാമർശം. ആ മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള എല്ലാവരുടെയും ചലനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകമാലോകരുടെ മുഴുവനും ചലനങ്ങൾ അവിടെ വെളിവാക്കപ്പെടുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വാസികൾക്കുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനോട് അനുയായികൾക്കുള്ള ബന്ധമല്ല, ഒരു സാംസ്കാരിക നായകനോട് അനുയായികൾക്കുള്ള ബന്ധമല്ല, ലോകത്തുള്ള എല്ലാവരെക്കാളും വലിയ ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ശരീരത്തോട് ആത്മാവിനോടുള്ള ബന്ധത്തെക്കാൾ വലുതാണ്. ആധുനിക യുഗത്തിൽ പരിഷ്കാരത്തിന്റെ പറുദീസകളിൽ പ്രവാചക പ്രവീണരുടെ തിരുചര്യകളെ അവഗണിച്ചുകൊണ്ട് പുരോഗമനത്തിന്റെ പേരു പറഞ്ഞ് അപകടകരമായ ജീവിതത്തിലേക്ക് പോകുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമൂഹത്തിലെ പ്രതിനിധികളുണ്ടോ? മോനെ, എന്റെയും നിങ്ങളുടെയും ഈ ആത്മാവിനേക്കാൾ വലിയ ബന്ധമാരോടാണ്? ജാനദേ ദോ दीदार पर लुत्फ उनका आम हो ही जाएगा. चमन में समन, समन में बफन, बफन में दुल्हन तुम्हारे लिए. വശംസോ ഖമർ. ഈ ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകകളും ചരാചരങ്ങളും ആർക്കു വേണ്ടിയാണ്? ആരുടെ അനുമോദനത്തിന് മാല്യങ്ങളെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്? സൂര്യനോട് ചോദിക്കുക, ആർക്കു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഉദിച്ചത്? വർണ്ണനയല്ല, അവിടുന്ന് ദാർശനികമായ തലത്തിൽ ആലോചിച്ചു നോക്കുക. ഞാൻ അനുസരിച്ച് പോകുന്നത് ലോകത്തിന്റെ നേതാവ് സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹ്. ചന്ദ്രനോട് ചോദിക്കുക, സൂര്യനോട് ചോദിക്കുക, ചരാചരങ്ങളോട് ചോദിക്കുക, അന്തരീക്ഷത്തോട് ചോദിക്കുക, പ്രപഞ്ചത്തിലെ എല്ലാ കണികകളോടും ചോദിക്കുക ഹബീബായ നബിയേ. അതാണ് മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞു, അല്ലയോ ചന്ദ്രനെ, നീ മദീനയിൽ വന്നിത്ര മേലെ ഇങ്ങനെ ഉദിച്ചു നിൽക്കാൻ പാടുണ്ടോ? താഴെ കിടക്കുന്നത് അതിനേക്കാൾ വലിയ പ്രഭാവമായ അബ്ഹാമിനൽ ഖമരി താമ്മി യാ റസൂലല്ലാഹ്. നിന്നേക്കാൾ പ്രഭാവമുള്ള ആൾ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ കിടക്കുമ്പോ, അല്ല ചന്ദ്രൻ, നീ എന്തിനാണ് ഇത്രയും വലിയ ഗമ കാണിച്ച് മുകളിൽ കയറി നിൽക്കുന്നത്? അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, ഞാനങ്ങ് മേലെ എത്തുമ്പോഴാണ് അറിയുന്നത് എന്റെ ഹബീബിന്റെ മുമ്പിൽ ഇത് അദബ് കേടാണെന്ന്. ആ അദബ് കാണിക്കാനാണ് ഞാൻ ചെറുതായി ഒരു വര പോലെ പിന്നെയും മാറുന്നത്. എത്ര മനോഹരമായ വരിയാണ് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറയുന്നത്. ആകാശത്തോട് ഭൂമി പറയുകയാണ്, അല്ലയോ ആകാശമേ, നീ മേലെയാണെന്ന് വിചാരിച്ച് ഗമനടിക്കേണ്ടതില്ല. എന്റെ പള്ളയിലാണ് കിടക്കുന്നത് ലോകത്തിന്റെ നേതാവ്, ആഖായേ നാംദാർ താജ്ദാറേ മദീന, സർവറെ ആലം സർക്കാരേ ദോ ആലം നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പള്ളയിലാണ് കിടക്കുന്നത്. എന്നിട്ട് ആകാശമേ നീ മുകളിലാണെന്ന് പറഞ്ഞ് ഗമനടിക്കേണ്ടതില്ല. ഹബീബന്റെ പള്ളയിലാണ്, നിന്റെ മുതുകിലല്ല. വിശാലമായി ഞാൻ കിടക്കുന്നില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണനയുടെ വസന്തങ്ങൾ കൊണ്ട് മാല്യമണിയിച്ചവർ, അനുരാഗത്തിന്റെ തിലകം അവിടുന്ന് ചാർത്തിക്കൊടുത്തവർ, അങ്ങനെ ലോകത്തുള്ള കോടാന കോടി വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നേതാവ് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മഹാന്മാരും സഞ്ചരിക്കുകയാണ്. അറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ചെന്നാൽ നീ ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് ആദരപൂർവ്വം നിൽക്കണം. നിന്റെ കണ്ണു താഴ്ത്തിയിട്ട് ഹബീബിനോട് പറയണം, യാ റസൂലല്ലാഹ്, എല്ലാ പാപങ്ങളും കഴുകാനും മോശങ്ങളും മാറ്റാനുമാണ് ഞാൻ ഇവിടത്തേക്ക് വന്നതെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് പറയണമെന്ന് ലോകത്തുള്ള 40 മഹാന്മാരുടെ സിയാറത്തുകൾ അതാ ഒരൊറ്റ ഗ്രന്ഥമായി തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. അതിൽ ഒന്നാമത്തെ മഹാനാരാണ്? അൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആണ്. നവവി ഇമാം തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ചെന്ന് നിൽക്കുകയാണ് നവവി ഇമാം തങ്ങൾ. എന്നിട്ട് വിളിക്കുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ നബിയേ, ഞാനിതാ അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് നബവി ഇമാം തങ്ങൾ സിയാറത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് നീ ചെല്ലണം. എന്നിട്ടോ ഹബീബായ നബിയുടെ ഖബറിന് നേരെ നീ നിൽക്കണം. ഫയസ്തദ്ബിറുൽ ഖിബ്ല, ഖിബ്ലയെ പിന്നിലാക്കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ അഭിമുഖമാക്കി നിൽക്കണം. വയഖിഫ നാളിറൻ ഇലാ ജിദാരി ഖബരി റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബർ ശരീഫിന്റെ മതിലിലേക്ക് വിനയപൂർവ്വം നീ നോക്കി നിൽക്കണം. എന്നിട്ട് സലാം പറഞ്ഞിട്ടൊരു 4 അടി ഇങ്ങോട്ട് മാറി നിന്ന് ഹബീബായ നബിയുടെ തിരുസവിധത്തിൽ അവിടുത്തെയുടെ മുമ്പിൽ അവിടുത്തെ അഭിമുഖീകരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തോ മോനെ. ഇന്ന് ലോക വൈജ്ഞാനിക ചക്രവാളത്തിലെ കിരീടം വെക്കാത്ത രാജാവ്, സൂക്ഷ്മാലുവായ പണ്ഡിത തേജസ്വി, ജീവിച്ചതിനേക്കാൾ വലിയ വിപ്ലവം വൈജ്ഞാനിക ലോകത്ത് നടത്തിയ മഹാൻ, എല്ലാ വൈജ്ഞാനിക ശാഖകളിലും അഗ്രേസരന്മാരുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടുന്ന അൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവസാനം മഹാനവറുകളെ സിയാറത്ത് ചെയ്യുന്ന നേരം പറയുകയാണ്, അദ്ദൈതൽ അമാനത വനസഹ്തൽ ഉമ്മത വകശഫ്തൽ ഉമ്മത യാ റസൂലല്ലാഹ്.